ഇമെക്സ് കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ് ശിവേന്ദ്രൻ, MXFTM മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഒന്നാമത്തെ കാരണം പലർക്കും അറിയില്ല, നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. ഓക്കെ. രണ്ടാമത്തെ സന്തോഷം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതേ ദിവസം തന്നെ പേ ഔട്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും സന്തോഷങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരിക്കും ഇനി എൻ്റെ ഇമെക്സ് കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാവുക. ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 4ഓളം കമ്പനികൾ പെൻഡിങ്ങിലായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4ഓളം കമ്പനികളും വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫുൾ സ്വിങ്ങിലേക്ക് മാർക്കറ്റിലേക്ക് എത്തുന്നതാണ്. അതിൽ ഇമെക്സ് കാർട്ട് എന്ന ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ അടിത്തറ ഉണ്ടാക്കാനായി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എല്ലാവർക്കും ഇനി എല്ലാ തിങ്കളാഴ്ചയും സാധാരണ പോലെ തന്നെ പേ ഔട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പുതിയ എൻട്രി ചെയ്യേണ്ടവർക്ക് അതിനു വേണ്ട ബാങ്ക് അക്കൗണ്ടുകൾ ഏതാണെന്നുള്ളത് ഈ റെക്കോർഡിന് പിന്നാലെ തന്നെ അയക്കുന്നതാണ്. അതുപോലെ എൻട്രി ചെയ്യുന്നവർക്കുള്ള ഒരു അപ്ഡേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, ബാലൻസ്ഡ് ബിസിനസ് സിസ്റ്റം സ്ട്രാറ്റജി എന്ന തരത്തിലാണ് നമ്മുടെ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും തന്നെയില്ല, അങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ഒരു പുതിയ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി 1, സ്ട്രാറ്റജി 2 എന്നുള്ള രീതിയിലാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം റൈറ്റ്, അത് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ. ആർക്കെങ്കിലും എൻട്രി ചെയ്യേണ്ടവർക്ക് അവരുടെ സിസ്റ്റം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ, സ്ട്രാറ്റജി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ലെഫ്റ്റും സ്ട്രാറ്റജി 2 എന്നുള്ള രീതിയിൽ റൈറ്റും എൻട്രി ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരുന്നതുമായിരിക്കും. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനായിട്ടോ തോന്നണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. നോർമലി തന്നെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. സ്ട്രാറ്റജി 1-ലാണെങ്കിൽ സ്ട്രാറ്റജി 1-ൽ എൻട്രി ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിലുകൾ മുന്നെങ്ങനെയാണോ കൊടുത്തിരുന്നത് അതുപോലെ തന്നെ എൻട്രി ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. ബിസിനസ് വോളിയത്തിനെ കുറിച്ചും മറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണാവുന്നതാണ്. ഓക്കെ. തീർച്ചയായിട്ടും വലിയൊരു കുതിപ്പ് തന്നെയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ദുബായ് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ പേരിലുള്ള ഇൻ്റർനാഷണൽ ഇമെക്സ് ഫണ്ടമെൻ്റൽ ട്രേഡ്സ് മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നതിലെ ഇൻ്റർനാഷണലിൻ്റെ ആ പേര് അന്വർത്ഥാവാണ്. കുറഞ്ഞത് 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ തന്നെ ദുബായ് ബിസിനസ് സ്റ്റാർട്ടാക്കുന്നതാണ്. വേൾഡ് വൈഡ് തന്നെ എൻട്രി ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ കമ്പനി കൺവേർട്ട് ആവുകയാണ്. കൂടുതലായിട്ടുള്ള അപ്ഡേഷനുകൾ തീർച്ചയായിട്ടും വരുന്ന റെക്കോർഡുകളിൽ ഞാൻ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോയോ അതുമായി മറ്റുമുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യണമെങ്കിൽ കമ്പനിയുടെ വീഡിയോ വരുന്നുണ്ട്, അത് മാത്രം ഷെയർ ചെയ്യുക. ഞാൻ മുന്നും പറഞ്ഞിരുന്നു, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മാത്രമല്ല, അത്തരത്തിലുള്ള വീഡിയോ പ്രൊമോഷൻസുകളെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും കമ്പനി തരുന്ന വീഡിയോ അല്ലാതെ മറ്റൊരു വീഡിയോയും യൂട്യൂബിൽ ചെയ്യേണ്ടതില്ല. വളരെയധികം ശ്രദ്ധിക്കുക. ഇനി കമ്പനിയുടെ കൂടെ നിൽക്കുന്ന, കമ്പനിയുടെ കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. നിങ്ങളോട് മുന്നും ഞാൻ പറഞ്ഞിരുന്നു, ഇത് നയിക്കുന്നത് ഞാനെന്ന് പറയുന്ന നിമിത്തം മാത്രമാണ്. ഈശ്വരൻ നയിക്കുന്ന ഒരു കമ്പനിയാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിൻ്റെ അടിവേരുകൾ പറഞ്ഞു പോവില്ല. ഹൃദയത്തിൽ കൊത്തിവെച്ച, FTM എന്ന പേര് കൊത്തിവെച്ച ഒരുപാട് പേരുള്ള കമ്പനിയാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ ഈ അടിത്തറ പൊളിച്ച് കളയാനായിട്ട് ആർക്കിട്ട് സാധിക്കില്ല. ആ വിശ്വാസം എന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവരും. എന്തായാലും ഈശ്വരനോട് നന്ദി പറയുക.
വരും കാലങ്ങൾ, വരും ദിവസങ്ങൾ നമ്മുടേതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ കുടുംബങ്ങൾക്കും, FTMന് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മുടെ കുടുംബമായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി.